അപ്പോൾ ഈ റിസർച്ച് ഇദ്ദേഹം പങ്കുവച്ചപ്പോൾ അവിടെ കൂടിയ ഡോക്ടർമാരിൽ ഒരു മുസ്ലിം ഡോക്ടർ പറഞ്ഞു, ഈ ഫിർഔന്റെ ഡെഡ് ബോഡിയെക്കുറിച്ച് സൂറത്ത് യൂനുസിലെ 92-ാമത്തെ ഈ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഈ റിസർച്ചും തമ്മിൽ വലിയ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ കാണുന്നു. ഇത് ലോകം മുഴുവൻ, അന്ന് മതവും ശാസ്ത്രമൊക്കെ അങ്ങേയറ്റം അകന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബൈബിളിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം പഠനം, ബുക്കായിസം എന്ന പേരിൽ പിന്നീട് യൂറോപ്പ് ആ ഒരു ശാഖ ഏറ്റെടുക്കുന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മതത്തെ പൂർണ്ണമായും അവഗണിക്കേണ്ടതല്ല, അല്ലെങ്കിൽ പൂർവ്വ വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തള്ളിക്കളയേണ്ടതല്ല. അതിലെ പരാമർശങ്ങൾ കുറേ കൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുന്ന കൗതുകകരമായ ഒരു കാര്യത്തിന് ഈ ആയത്ത് സാക്ഷിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്.